സൗദി അറേബ്യയിൽ വെച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട സമയത്ത് എൻ്റെ കൂടെ കട്ടക്ക് നിന്ന ഒരു സുഹൃത്താണ് ഫസ്റ്റ് കാണുന്നത്, ഇസ്മായിൽ. അന്ന് ഇദ്ദേഹം അസീസിയ ഷിമാലിയ മക്കത്ത് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഷോപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്, ഈ ഫസ്റ്റ് കാണുന്ന വ്യക്തി കേട്ടോ. പിന്നെ ആ ലാസ്റ്റ് കാണുന്ന വ്യക്തി ഉണ്ടല്ലോ, അത് നമ്മളൊരു സുഹൃത്താണ്. അങ്ങനെ എനിക്ക് സ്ഥിരമായിട്ട് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് മാസത്തിലൊക്കെ ചില സമയങ്ങൾ ഓഫ് കിട്ടാറുണ്ട്. അപ്പോൾ ഓഫ് കിട്ടുന്ന സമയത്ത് ഈ ഇസ്മായിലിൻ്റെ ഫോട്ടോ നല്ലപോലെ നിൽക്കണില്ലല്ലോ ഇവിടെ. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഞാൻ ജിദ്ദയിലേക്ക് പോകുന്ന സമയത്ത് ഇസ്മായിലിൻ്റെ കൂടെയാണ് ഞാൻ പുറത്ത് പോവാറ്. ആൾ ഭയങ്കര രസികനാണ്, ഭയങ്കര ഒരു തമാശക്കാരനാണ്, പെരിന്തൽമണ്ണ ഉള്ളതാണ്. നിങ്ങളോട് പറയണ സുഹൃത്തുക്കളെ, ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിൽ ഇദ്ദേഹം ഭയങ്കര ക്യാമറാമാനാണ്. അന്ന് ഞാൻ കണ്ട് സൗദി അറേബ്യയിൽ വെച്ച ഏറ്റവും നല്ലൊരു ക്യാമറാമാൻ എന്നുള്ള ഒരു അവാർഡ് വേണമെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തിന് കൊടുക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ വഴിക്കും ഞാൻ നടന്നു പോകുമ്പോൾ ജിദ്ദ ഷർഫിയയിൽ സ്നാക്ക് ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇന്നത് അവിടെ ഉണ്ടോ എന്നറിയില്ല, പാലൊക്കെ പൊളിച്ചെന്ന് പറഞ്ഞേ കേട്ടു. അപ്പോൾ ഇസ്മായില സേഫുമാണ്. അപ്പോൾ മുസവിറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുസവിറുണ്ട് എനിക്ക് വാട്സപ്പിൽ വോയിസ് വിട്ടു. സേഫ് എന്നെ കൊണ്ട് ഞാൻ ആകെ പൊറുതി മുട്ടി. നാട്ടിൽ നിന്ന് പല ആളുകളും എനിക്ക് മെസ്സേജ് വിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മറ്റേ ഫോട്ടോയുടെ ഇടുവാ ഇതാ ആ പുറകിൽ കാണുന്ന ആ സുഹൃത്തുണ്ടല്ലോ, ആ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് പെണ്ണുകൊണ്ട് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ജിദ്ദയിലൊരു കമ്പനിയിലാണ്. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജിദ്ദയിൽ പോയി. ഉജാല ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു നമ്മുടെ KFCൻ്റെ അൽഹലിയ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഓഫീസ്. അങ്ങനെ ഇവരൊക്കെ ആയിരുന്നു എൻ്റെ കൂട്ടുകാരവിടെ. ഇവരൊക്കെ ഇങ്ങനെ ഇസ്മായിൽ ജിദ്ദയിൽ ആഴ്ചയിൽ പോവും. അപ്പോൾ അങ്ങനെ ഇവരെ കൂടെ പോകലും അവരവിടുന്ന് ഭക്ഷണമൊക്കെ തരലും അങ്ങനെ അന്നൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത വ്യക്തികളൊക്കെ ഉണ്ട്. എല്ലാവരെയും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ആരെയും ഞാൻ മറന്നിട്ടില്ല. ഇസ്മായിൽ ഇതാണ് ഇസ്മായിൽ, കറക്റ്റ് കണ്ടോൾഡ് ഇസ്മായിലിൻ്റെ ഫേസ്. അതേപോലെ തന്നെ മറ്റേ സുഹൃത്ത്, ഇവരൊക്കെ ഇപ്പോൾ നാട്ടിലെവിടെയാണെന്ന് എനിക്കറിയില്ല. ഒരാൾ പെരിന്തൽമണ്ണയാണ്. അപ്പോൾ ഇത് പഴയൊരു ഫോട്ടോ എനിക്ക് യാദൃശികമായിട്ട് കിട്ടിയ. സെൻറ്ററിലിരിക്കുന്നത് ഞാനാണ്. ഓക്കെ, എന്നാൽ ശരി കേട്ടോ മക്കളെ.